സാറേ, ഏത് കോഴ്സ് എടുത്താലാണ് കൂടുതൽ ഗുണമുള്ളത്? എല്ലാവരുടെയും അന്വേഷണം ഇതാണ്. ഏത് കോഴ്സിനാണ് മാർക്കറ്റിൽ വലിയ വാല്യൂ ഉള്ളത്? ഏത് കോഴ്സ് എടുത്താൽ കൂടുതൽ പണം സമ്പാദിക്കുക? ഏത് രാജ്യത്ത് പോയാൽ കൂടുതൽ പണം സമ്പാദിക്കുക? അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ ഒരു 4-5 വർഷം കൊണ്ട് തന്നെ സ്ട്രെസ്ഫുൾ ആകുകയും അൺഹാപ്പി ആകുകയും അവരുടെ ജീവിതത്തിനൊരു അർത്ഥമില്ലാത്ത ഒരവസ്ഥ എത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമുക്ക് ജീവിതത്തിൽ വിജയവും വേണം, അർത്ഥവും വേണം, പണവും വേണം, അതുപോലെ തന്നെ നമുക്കത് ആസ്വദിക്കാനും കഴിയണം. അത്തരത്തിൽ എങ്ങനെയാണ് ഒരു കരിയർ തീരുമാനിക്കുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പല കുട്ടികൾക്കും 12th വന്നു കഴിയുമ്പോഴത്തേക്ക് വലിയ കൺഫ്യൂഷനാണ്. ഇനി എന്താണ് പഠിക്കേണ്ടത്? അവർ ചെറിയ പ്രായം മുതലേ പല കാര്യങ്ങളുമൊക്കെ ലക്ഷ്യം വെച്ച് വന്നവരാണ്. പക്ഷേ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ, ഒരു 12th എത്തി അവർ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് മനസ്സിലാകുന്നത് അവർ വിചാരിച്ചിരുന്ന കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലൊക്കെ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. അപ്പോൾ പല എൻട്രൻസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, ഇപ്പോൾ തന്നെ നീറ്റിൻ്റെ എൻട്രൻസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പോലും ആ പ്രിപ്പറേഷൻ തുടങ്ങി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിനൊരു ഫിറ്റായിട്ടുള്ള ഒരാളല്ല. ജെഇക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർക്കത് ചില ആൾക്കാർക്കെങ്കിലും അത് ശരിയല്ല, അല്ലെ അതല്ല എൻ്റെ ഫീൽഡെന്ന് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ എന്നാൽ എന്താണ് എൻ്റെ ഫീൽഡെന്ന് തിരിച്ചറിയാൻ പല കുട്ടികൾക്കും കഴിയുന്നില്ല. പേരൻസും അതുപോലെ തന്നെ ഒത്തിരി കൺഫ്യൂസ്ഡാണ്. ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനമായൊരു കാര്യം, നമ്മുടെ കരിയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ ഒരു സെൽഫ് നോളജാണ്, ഒരു സെൽഫ് റിയലൈസേഷനാണ്. ഞാൻ ആരാണ് എന്നുള്ളതിൻ്റെ ബേസിസിലാണ് ഞാൻ ആരാകണം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. പലപ്പോഴും അങ്ങനെ അല്ല ചെയ്യുന്നത്. നമ്മുടെ പോപ്പുലറായിട്ടുള്ള ഗൈഡൻസ് പ്രോഗ്രാമുകളെല്ലാം ഒരു കരിയർ ഇൻഫർമേഷൻ പ്രോഗ്രാമാണ്. ഇത് ചെയ്താൽ അതാകാം, അത് ചെയ്താൽ ഇതാകാം എന്നൊക്കെ പറഞ്ഞുള്ള ഇൻഫർമേഷൻ പ്രോഗ്രാമുകളാണ്. അതുകൊണ്ട് കാര്യമില്ല. ഓരോ വ്യക്തി ഇത് വളരെ മൈക്രോ ലെവലിൽ തന്നെ സോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. നമുക്ക് ജനറലായിട്ട് കരിയർ അവയർനെസ്സൊക്കെ എല്ലാവർക്കും കൊടുക്കാമെങ്കിലും ഓരോ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും നന്നായി യോജിക്കുന്നത് എന്താണ് എന്ന് കണ്ടെത്തുന്നത് പലപ്പോഴും ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ ബേസിസിലാണെങ്കിലും അതിൻ്റെ ഏറ്റവും ബേസിക് ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ ആരാണ്, ഞാനെന്ന് പറയുന്ന ആ വ്യക്തിയെ കണ്ടുപിടിക്കുന്നതിലാണ്. ഒരു ഡിസ്കവറിയാണത്. അപ്പോൾ അവിടെയാണ് ഒരു നല്ല കരിയർ എക്സ്പേർട്ടിൻ്റെയൊക്കെ ഒരു സഹായം എടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് അവരെ കണ്ടെത്താൻ ഉള്ള ഒരുപാട് എളുപ്പമാർഗ്ഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു ജ്ഞാനമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പ്രധാനമായൊരു കാര്യമാണ് ഞാൻ ആരാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മളുടെ വാല്യൂ സിസ്റ്റം, ഇതെല്ലാം വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ വായിച്ചു. ഓൾ ഇന്ത്യ ലെവലിൽ നീറ്റിലൊക്കെ ഏറ്റവും ടോപ്പ് റാങ്ക് കിട്ടിയ ഒരു ചെറുപ്പക്കാരൻ മെഡിസിനൊക്കെ കഴിഞ്ഞ് PGയും കഴിഞ്ഞപ്പോൾ DM ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്തു. പലപ്പോഴും എന്താ പ്രശ്നം? ഒരു ഡോക്ടറാകാനായിട്ട് ഇൻ്റലിജൻസ് മാത്രം പോരാ, അതിന് പറ്റുന്നൊരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം. 10-15 വർഷം ആ രംഗത്ത് കഠിനമായി പ്രയത്നിക്കാനുള്ള ഒരു ടെമ്പർമെൻറ്റ് ഉണ്ടായിരിക്കണം. മാത്രമല്ല ആ സിസ്റ്റത്തിനൊരു വാല്യൂ സിസ്റ്റം, അത് നമ്മുടെ വാല്യൂ സിസ്റ്റവും ആ മേഖലയുടെ വാല്യൂ സിസ്റ്റവും തമ്മിൽ മാച്ച് ചെയ്യണം. ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട്. ചില ആൾക്കാർ അഡ്വക്കേറ്റ് ആകാനായിട്ട് പോകും. അവർക്ക് അഡ്വക്കസി എന്നൊക്കെ പറയുന്നത് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു പരിപാടിയാണ്, എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ അഡ്വക്കേറ്റ് ആയി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ വലിയൊരു പൊരുത്തക്കേടുണ്ട്. അപ്പോൾ ഏത് ഫീൽഡിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഇപ്പോൾ ഗവൺമെൻറ്റിലൊക്കെ ജോലി കിട്ടിയിട്ട് വളരെ മദ്യപന്മാരായും തീരെ ജോലി ഇഷ്ടപ്പെടാതെയും ഒക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. അധ്യാപകരായ പല ആൾക്കാർക്ക് അവർക്ക് ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമില്ല. അവർ പൊതുരംഗത്തൊക്കെ പോയിട്ട് പേരെടുക്കാനും ആശ്വാസം കണ്ടെത്താനും ഒക്കെ ശ്രമിക്കുന്നവരാണ്. ഇതിൻ്റെ എല്ലാം പ്രശ്നം അവരുടെ ശരിയായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയെ റിയലൈസ് ചെയ്യാതെയാണ് അവർ ആരായി തീരണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്തല്ല നമ്മൾ കരിയർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് സ്ട്രെസ് ഒത്തിരി വരാനുള്ള സാധ്യതയുണ്ട്, സന്തോഷം ഇല്ലാതിരിക്കാനുള്ള സാധ്യതയുണ്ട്, ആ രംഗത്ത് വിജയിക്കാൻ പ്രയാസം വരും. ഇതൊക്കെയാണ് അതിൻ്റെ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന മേഖല നമുക്ക് സന്തോഷം തരുന്നില്ലെങ്കിൽ അതിനെ ഒരു കരിയറൊന്നും ക്വാളിഫൈ ചെയ്യാൻ പോലും പറ്റില്ല. സന്തോഷം തന്നെയാണ് ഏറ്റവും പ്രധാനം. പണമൊക്കെ കുറേ കാലത്തേക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പണത്തിനും നമ്മളെ ഉത്തേജിപ്പിക്കാനോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പോൾ അവിടെയാണ് നമ്മളൊരു ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു 5 കൊല്ലത്തേക്കുള്ളതല്ല ജീവിതത്തിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയെന്ന് പറയുന്നത്. അത് നമ്മളെ ഒരു 10-25-30 കൊല്ലം ആ മേഖലയിൽ നമ്മൾ നിൽക്കേണ്ടി വരും. പിന്നെ ചില ആൾക്കാർ അവരുടെ
അവരൊരു കുറച്ച് കാലം ഒരു രംഗത്ത് പ്രവർത്തിച്ച് കഴിയുമ്പോൾ അവർക്ക് വേറെ രംഗത്തേക്ക് പോകാനൊക്കെയുള്ള ഒരു ഒരു റിയലൈസേഷൻ ഉണ്ടായി, അങ്ങനെയൊക്കെ പോയെന്നിരിക്കും. അത് കാരണം നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും നമ്മുടെ എബിലിറ്റിയും മാത്രമല്ല, ചിലർക്ക് ചില കൺസേൺസ്. കാരണം ഇപ്പോൾ ഗാന്ധിജി തന്നെ അദ്ദേഹം പിന്നെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, പക്ഷേ ഒരു കൺസേണിൻ്റെ പുറത്താണ് അദ്ദേഹം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മുമ്പിൽ വരുന്ന പല കൺസേൺസ് നമ്മളെ ചലഞ്ച് ചെയ്യുകയും നമ്മൾ അങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ ചിലപ്പോൾ ഒരു ലേറ്റർ സ്റ്റേജിൽ പോയെന്നൊക്കെ ഇരിക്കും. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡും പാഷനും എബിലിറ്റിയും മാത്രമല്ല കരിയറിനെ തീരുമാനിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനം, കാരണം നമുക്കിപ്പോൾ പാഷൻ ഉണ്ടെങ്കിൽ തന്നെ, എനിക്ക് കുട്ടികൾ, യുവജനം എന്നൊക്കെ പറയുന്ന വലിയൊരു പാഷനാണ്. പക്ഷേ പാഷൻ ഉള്ളതുകൊണ്ട് മാത്രമേ എനിക്ക് ഈ രംഗത്തൊന്നും വിജയിക്കാൻ സാധിക്കില്ല. ഈ രംഗത്ത് വിജയിക്കാനുള്ള ചില ബേസിക് അട്രിബ്യൂട്ട്സ് എൻ്റെ പേഴ്സണാലിറ്റിയിലും എൻ്റെ വാല്യൂ സിസ്റ്റത്തിലും എൻ്റെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ ഉണ്ടെങ്കിലേ എനിക്ക് ഈ രംഗത്ത് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് നമ്മളുടെ വ്യക്തിത്വം, നമ്മളുടെ വാല്യൂസ്, നമ്മളുടെ താല്പര്യങ്ങൾ. ഇതിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഏതെങ്കിലും ഒരു രംഗത്തേക്ക് ഇറങ്ങേണ്ടത്. പലപ്പോഴും ഈ മാർക്കറ്റിൽ എന്തിനാണ് വലിയ വാല്യൂ ഉള്ളത്, അല്ലെ എന്ത് പഠിച്ചാൽ കൂടുതൽ ശമ്പളം കിട്ടുക എന്നൊക്കെയുള്ള രീതിയിൽ പല കുട്ടികളും ഇപ്പോൾ തന്നെ ഈ വിദേശ രാജ്യത്തേക്കൊക്കെ പോകുന്ന കുട്ടികൾ, അവർക്കൊരു പലർക്കും ഒരു കരിയർ ഉണ്ടാവുന്നില്ല. കാരണം അവരവിടെ ചെന്നിട്ട് ഇവിടുന്ന് പഠിച്ചതൊന്നുമല്ല അവിടെ ചെന്നിട്ട് ജോലി ചെയ്യുന്നത്. അവിടെ ഒരു റെക്കഗ്നേഷനോ ഐഡൻറ്റിറ്റിയോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. പിന്നെ കുറച്ച് പൈസ കിട്ടുന്നു, എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ജീവിക്കുന്നു. പക്ഷേ എത്ര പേർ ആ ഒരു വിദേശയാത്ര ഏറ്റെടുത്ത് വിദേശത്ത് എന്ന് സെറ്റിൽ ചെയ്ത് അവിടുത്തെ ഒരു സന്തോഷകരമായ ജീവിതം ജീവിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അപ്പോൾ അവിടെയാണ് കരിയറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വിദേശത്തൊന്നും പോകണമെന്നില്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ എബിലിറ്റി എവിടെയാണ്, നിങ്ങളുടെ വാല്യൂസ് എവിടെയാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എവിടെയാണെന്ന് കണ്ടെത്തിയാൽ ഇവിടെ തന്നെ ഒന്ന് സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളിൽ ആ ക്വാളിറ്റീസ് ഉണ്ട്. കാരണം നിങ്ങളിലുള്ള ആപ്റ്റിറ്റ്യൂഡുള്ള മേഖലയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ഉണ്ട്, നിങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. നേരെ മറിച്ച് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത, നമ്മളുടെ വാല്യൂ സിസ്റ്റം ചേരാത്ത, നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട് മാച്ച് ചെയ്യാത്ത മേഖലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും നമ്മളൊന്ന് പുറകോട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരിക്കലും ഒരു മുമ്പിൽ വരാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അത് നമ്മളെ സ്ട്രെസ്ഫുള്ളാക്കും, സന്തോഷമില്ലാതാക്കും. ലോങ് റണ്ണിൽ നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റാതെ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനം ഒരു സെൽഫ് റിയലൈസേഷനാണ്, ഒരു ഡീപ്പ് റിഫ്ലക്ഷൻ കണ്ടെത്താൻ നമുക്ക് കഴിയണം നമ്മളെക്കുറിച്ച്. അപ്പോൾ എനിക്കുള്ളത് എന്തൊക്കെയാണ്, എൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ റിസോഴ്സിൻ്റെ മേളിലാണ് നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്യേണ്ടത്. അത് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവില്ലെങ്കിൽ നല്ല എക്സ്പേർട്ടായിട്ടുള്ള കരിയർ ഗൈഡൻസ് എക്സ്പേർട്ടുകൾക്കൊക്കെ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. കരിയർ ഗൈഡൻസ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിന് വേണ്ടി കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നല്ലൊരു ഗൈഡൻസ് എടുക്കുക എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു ഗൈഡൻസ് എടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. മാത്രമല്ല കരിയറിൽ ഏത് മേഖലയെന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ പോരല്ലോ, ആ മേഖല തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയിൽ എത്തണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഏതെല്ലാം കോഴ്സുകളാണ് അതിന് വേണ്ടി പഠിക്കേണ്ടത്, അതിനുള്ള ഡിഫറെൻറ്റ് റൂട്ട്സ് എന്തൊക്കെയാണ്, മാത്രവുമല്ല അതെങ്ങനെയാണ് അങ്ങനെ ഒരു കരിയറിലേക്ക് ബിൽഡ് ചെയ്ത് വരുന്നത്, ആ ഒരു ഫീൽഡിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ വരാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, എന്തെല്ലാം സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, ഏത് തരത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൂടെ ചേർന്നാണ് ഒരു നല്ല കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ, അല്ലാതെ ചന്തയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ പുറകിന് പോവാതെ അവനവനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു കരിയർ ഡെവലപ്മെൻറ്റ്, ഒരു കരിയർ പ്ലാനിങ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ്, ഒരു അപ്പർ ഹാൻഡ് തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാവർക്കും ഒരു ഹാപ്പി കരിയർ നേരുന്നു. നമ്മുടെ നാട്ടിൽ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ, കരിയർ സാക്ഷരതയും ഗൈഡൻസും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവേണ്ടതും ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. വിദേശ രാജ്യത്തേക്കൊക്കെ ഓടുന്ന പല കുട്ടികളും അവിടെ ചെന്നിട്ട് അവർക്കൊരു കരിയറൊന്നും ഉണ്ടാവുന്നില്ല, പിന്നെ എങ്ങനെയും തട്ടിക്കൂട്ടി ജീവിക്കുകയാണ്. ആ തട്ടിക്കൂട്ടി ജീവിക്കാൻ വേണ്ടി അല്ല, ആ കാലം കഴിഞ്ഞു. ഇനി ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, കുറേ കാറും വീടും മാത്രമല്ല, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. ലോകം വളരുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ഇത്തരം തീരുമാനങ്ങളിലും വളർച്ചയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ആൾ.